നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമാ താരം മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ മോഹൻലാലിനും സർക്കാരിനും ഹൈക്കോടതിയിൽ തിരിച്ചടി. മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ സർക്കാർ നൽകിയ ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സർക്കാർ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ലൈസൻസ് നൽകിയതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ആനക്കൊമ്പ് നിയമവിധേയമാക്കിയ സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടായെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഈ ഹർജികളിലാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. ആനക്കൊമ്പുകൾ കൈവശം വെച്ചതിന് മോഹൻലാലിനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കേസെടുത്തു. ആനക്കൊമ്പുകൾ പിടിച്ചെടുക്കുമ്പോൾ ഇവ നിയമപരമായി കൈവശം വയ്ക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് മോഹൻലാലിന് ഉണ്ടായിരുന്നില്ല. 2011 ഡിസംബർ 21 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലാണ് തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. തൃശൂർ ഒല്ലൂർ സ്വദേശി PN കൃഷ്ണകുമാറിൽ നിന്നും ചെന്നൈ സ്വദേശിനി നളിനി രാധാകൃഷ്ണനിൽ നിന്നുമാണ് മോഹൻലാലിന് ആനക്കൊമ്പുകൾ ലഭിച്ചതെന്ന് കണ്ടെത്തുകയും ഇവരെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ 2015 ഡിസംബർ 2 കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകി. കേസ് പെരുമ്പാവൂർ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് പിൻവലിക്കാൻ കോടതിയുടെ അനുമതി തേടി അപേക്ഷ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.